USA ഗ്രൂപ്പ് സ്റ്റേജസ് അൺബീറ്റൺ പോകാൻ പോവാ. അൺബീറ്റൺ അവർ ഓസ്ട്രേലിയനെ കളിച്ചു, ഇപ്പോൾ ഓസ്ട്രേലിയനെ പൊട്ടിച്ചു. പ്യുവർ ഡോമിനേഷൻ, ക്ലിയർ കട്ട് പാസസ്. തുർക്കിനെയും പൊട്ടിക്കും. അൺബീറ്റൺ 3 കളിയിൽ 3 വിൻ. അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് ഓഫ് 32 ഈസിലി കയറും. ആൻഡ് USA ഇപ്പോഴും ആൾക്കാർ താഴ്ത്തി കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അവർ ടാക്ടിക്കലി ബ്രില്യൻറ്റ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പൊച്ചറ്റീനോ ചെറിയ കോച്ചൊന്നുമല്ല. പുള്ളി പ്രീമിയർ ലീഗിൽ ഫെയിലായെന്ന് പറഞ്ഞാണ് ആൾക്കാർ താഴ്ത്തി കാണുന്നത്. എടാ, ഫെയിലായത് പ്രീമിയർ ലീഗിലാണ്, ചെറിയ ലീഗിലൊന്നുമല്ല. അത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഇന്ന് വലിയൊരു ഫുട്ബോൾ ക്രിയേറ്ററിൻ്റെ ഒരു റാങ്കിങ് കണ്ട്, ഗ്രൂപ്പ് സ്റ്റേജ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ടോപ്പ് 5 ബെസ്റ്റ് ടീംസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് USA ഉണ്ടായിരുന്നില്ല, ഓസ്ട്രേലിയ ഉണ്ടായി. ഓസ്ട്രേലിയ തുർക്കിനെ പൊട്ടിച്ചത് 2-0. ആ കളി ആരെങ്കിലും കണ്ടായിരുന്നോ? ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രൊവാക്റ്റീവായി കളിക്കേണ്ടത്, റിയാക്റ്റീവ് അല്ല. അതായത് ഒരു ടീം മുമ്പിൽ എത്തിയിട്ട് ഇനി ഇവരെ പൊട്ടിക്കണമല്ലോ എന്നല്ല. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാൽക്കുലേഷൻ വേണം, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഓസ്ട്രേലിയ 2-0 ജയിച്ച കളി, പൊസഷൻ, സ്ട്രൈക്ക്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ഷോട്ട്സ് ഓഫ് ടാർഗറ്റ്, XG എല്ലാം തുർക്കിക്കായിരുന്നു. ഓസ്ട്രേലിയ റിയാക്ട് ചെയ്തു, ജയിച്ചു, അത്രേ ഉള്ളൂ. ഇന്ന് റിയാക്ട് ചെയ്യാനും ലേറ്റായി. അവസാനത്തെ 30 മിനിറ്റ് എത്തിയപ്പോഴാണ് ഓസ്ട്രേലിയക്ക് തോന്നുന്നത്, ഇന്ന് കളി ഇത് ജയിക്കണമല്ലോ, അങ്ങോട്ട് ഗോൾ അടിക്കണമല്ലോ. നമ്മൾ പറയില്ലേ ടു ലിറ്റിൽ ടു ലേറ്റ്, അത് തന്നെ. ഞാൻ ഇന്ന് രാവിലെ മെക്സിക്കോ കയറിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കളിക്ക് മുമ്പേ, ലൈക്ക് ഹോസ്റ്റ് നേഷൻസ് മെക്സിക്കോ ഈസിലി കയറും ആൻഡ് USA നല്ലോണം പോകുന്നു. അതേപോലത്തെ അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ.